ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രൂപമില്ലാത്ത, ഭംഗിയില്ലാത്ത, ചൈതന്യമില്ലാത്ത, അഴകില്ലാത്ത, താളമില്ലാത്ത, ക്രമമില്ലാത്ത ഭൂമിയുടെ മേൽ ചലിച്ചുകൊണ്ടിരുന്നു. ഒന്ന്, ഈ ഭൂമിക്ക് ഒരു രൂപം വരാനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ ഇതായിരുന്നു, റൂഹ ചലിച്ചുകൊണ്ടിരുന്നു. രണ്ട്, ദൈവം അരുളി ചെയ്തു. ഞാൻ പറയുന്നതിനെ നിങ്ങൾ വിളിക്കും അച്ഛന്റെ വാക്ക്. അരുളി ചെയ്തു, ദൈവം ഉച്ചരിച്ചു, ദൈവം ഒരു വാക്ക് പറഞ്ഞു. ഇതാണ് രണ്ടാമത്തേത്, ദൈവത്തിന്റെ വാക്ക്, ദൈവത്തിന്റെ വചനം. ശൂന്യമായി കിടന്ന, പാഴായി കിടന്ന, രൂപമില്ലാതിരുന്നൊരു ഭൂമിയെ രൂപമുള്ളതാക്കി, ഭംഗിയുള്ളതാക്കി മാറ്റിയത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് റൂഹായുടെ കാറ്റ്, രണ്ട് വചനത്തിന്റെ ശക്തി. ഈ രണ്ട് കാര്യങ്ങൾ കുടുംബത്തിലേക്ക് വന്നാൽ ഏത് രൂപമില്ലാത്ത, ഭംഗിയില്ലാത്ത കുടുംബവും മനോഹരമായിട്ട് മാറും. വചനത്തിന്റെ ശക്തിയും ആത്മാവിന്റെ കാറ്റും ഇന്ന് നിന്റെ വീട്ടിലേക്ക് ആഞ്ഞടിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. വചനത്തിന്റെ ശക്തി, ആത്മാവിന്റെ കാറ്റ്. അപ്പൊ രണ്ടും ശ്രദ്ധിക്കണം. വചനം പഠിക്കണം, വചനം വായിക്കണം, വചനം ധ്യാനിക്കണം, വചനം ഉള്ളിൽ സ്വീകരിക്കണം. രൂപം ഉണ്ടാവും നോക്കൂ. 100 കണക്കിന് ടെസ്റ്റിമണികൾ ഞങ്ങളുടെ ഇരിപ്പുണ്ട്. വചനം വായിച്ച് രൂപം ഉണ്ടായ ആളുകളുടെ ടെസ്റ്റിമണികൾ, വചനം വായിച്ച് മാത്രം ജീവിതത്തിൽ മാറ്റം വന്നവരുടെ സാക്ഷ്യങ്ങൾ. പ്രിയപ്പെട്ടവര്, ദൈവവചനം പരിശുദ്ധാത്മാവ്.